വന്ദനം ഗുരുഭൂതർ മനിരാം സദസ്യരെ വന്ദനം നൽകിയിടട്ടെ വന്ദനം ബഹുമുദ. ഇനി ഇത് ഇംഗ്ലീഷ് പാട്. ഇനി ഇത് ഇംഗ്ലീഷ് പാട്. ഇംഗ്ലീഷ് പാട്. ഇംഗ്ലീഷ്. ഹലോ ടീച്ചേഴ്സ്. ഇതാണ് ഇന്നത്തെ ചാലഞ്ച്. ഗൈസ് വെൽക്കം ബാക്ക് ടു അപർണ തോമസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്നൊരു ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. അതെ, ആ ചാലഞ്ചിന്റെ പേരാണ് ട്രാൻസ്ലേഷൻ ചലഞ്ച്. നമ്മൾ മ്യൂസിക് ട്രാൻസ്ലേഷൻ. അതായത് നമ്മൾ മലയാളത്തിലുള്ള പാട്ട് നമ്മൾ ഇംഗ്ലീഷിലാക്കി പറയും, എന്നിട്ട് റിയൽ ഒറിജിനൽ മലയാളം സോങ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ പണ്ട് എവിടെയോ കളിച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി മറ്റേ ഈ ഇപ്പം ഐറ്റം വേറെയൊക്കെ പോലത്തെ ഉള്ള കോമഡി റിയാലിറ്റി ഷോസും കോമഡി ഇവന്റ്സും സ്റ്റേജ് ഷോസിലൊക്കെ കുറെ പേര് ഇത് കളിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവര് എന്താ വെച്ചാൽ ഭയങ്കര ഇംഗ്ലീഷ് ഒന്നുമല്ല, വെരി സിമ്പിൾ ഫണ്ണി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മളത് പറയും ആൻഡ് ദെൻ അത് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം ഇത് ഏത് ഒറിജിനൽ മലയാളം സോങ് ആണ്. പ്രോപ്പർ ഇംഗ്ലീഷ് ആയിക്കണ്ട പറയാൻ പോകുന്നത്. ഞാൻ വെരി സിമ്പിൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ പറയാൻ പോകുന്നത്. ഓക്കെ, സോ calling me like a translation. It's calling me, like the rainbow, like the rainbow. It's calling me, like the rainbow, the rainbow. വെൽക്കം ബാക്ക്. അപ്പോ നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. റെഡി? എന്നാ പിടിച്ചോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. കം ഓ ജെന്റിൽ മൈൻഡ്, ബ്രിങ് സ്വീറ്റ്സ് ടു ഷെയർ ഇൻ ദ ഗാർഡൻ ഓഫ് ബ്ലോസംഡ് ഫ്ലവേഴ്സ്. ഹു ആർ യു സെർച്ചിങ് ഫോർ? ജെന്റിൽ കം ഓ ജെന്റിൽ മൈൻഡ്. ജെന്റിൽ മൈൻഡ്. Bring some sweets to share. അല്ല, bring sweetness to share. അതിൽ കിട്ടും. മധുരം പകരൂ. Bring sweetness to share. അയ്യോ. In the garden. നീ മധു പകരൂ. In the garden of blossomed flowers. Who are you searching for? ഇനി മിണ്ടണ്ട. മിണ്ടണ്ട. അറിയില്ല. മാനസമൈനേ വരൂ. പക്ഷേ മൈന എന്നുള്ളത് ജെന്റിൽ മൈൻഡ് അല്ലല്ലോ. ആ ജെന്റിൽ മൈൻഡ് എങ്ങനെ? മാനസം. ദാറ്റ് ഈസ് ജെന്റിൽ മൈൻഡ്. അതാണ് മാനസം. ദാറ്റ് ഈസ് ജെന്റിൽ മൈൻഡ്. ഓ, അപ്പൊ എന്തായാലും കറക്റ്റ്. അപ്പം എനിക്ക് ഒരു പോയിന്റ്. സോറി, എനിക്ക് ഒരു പോയിന്റ്. ഓക്കെ ഓക്കെ, അതിന് ഷിട്ടുമാണ് പറയുന്നത്, ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ. You came like a pearl from a dreamy warm cloud. നീ ഒരു മിനിറ്റ്. You came like a pearl from a dreamy warm cloud. സ്വപ്ന, ഡ്രീമി, ചൂട്, ക്ലൗഡ്, മേഘം. ചൂടുള്ള മേഘത്തിൽ നിന്ന് നീ ഒരു മുത്തായി വന്നെന്ന ആണോ? You came from You came like a pearl from a You came like a pearl from a dreamy warm cloud. മുത്തായി നീ വന്നു. Correct. ഏതോ വാമുകിലിനെ. Oh my god. ഇംഗ്ലീഷ് അത് ഭയങ്കര കറക്റ്റാ. കറക്റ്റ് ആണ്. എന്നാ ഇത് പിടിക്കുമോളെ. ഒരു മിനിറ്റ്. പറഞ്ഞോ, എനിക്ക് തന്നോ. Without speaking, without knowing, you left, didn't you? പറയാതെ കള്ളം. നമ്മള് സൂപ്പർ അല്ലേ, നമ്മള് വേറെ ലെവൽ. അപ്പൊ ഇപ്പോ ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു പോയിന്റ്. അപ്പൊ ഞാൻ ഒരെണ്ണം പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞു, നിനക്കൊരു പോയിന്റ്. ഞാൻ ഒന്ന് പറഞ്ഞു, എനിക്കൊരു പോയിന്റ്. മറ്റേത് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് പോയിന്റ് ഇല്ല. അപ്പം എനിക്കൊന്ന്. ഇനി ഷിട്ടു വേണ്ടിട്ട്. ബാലൻസ് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ. Time has gifted us this blessing. ഈ അനുഗ്രഹങ്ങളെല്ലാം സമയം തന്നു. Time has gifted us this blessing, a radiant and special gift
This meeting feels like a dream, filling hearts and faces with smile. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി കിട്ടത്തില്ല. ആദ്യത്തെ ഇത് പറഞ്ഞേ. Time has gifted us this blessing. ബ്ലെസ്സിങ്. സിംഗ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നല്ലേ? വേറെ സമ്മാനം. ആവാം, അത് ഞാൻ പറയില്ലല്ലോ. ബ്ലെസ്സിങ്. അത് പറഞ്ഞാലും സമ്മാനം അല്ലേ? ആ സമ്മാനം. സമയം എനിക്കൊരു സമ്മാനം. സമയം എനിക്കൊരു സമ്മാനം. എന്നിട്ട് അടുത്ത A radiant and special gift. നിക്ക്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മാനം. റേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ, വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ സന്തോഷമുള്ള. എന്ത് ട്രാൻസ്ലേഷൻ ആണാവോ? ദിസ് മീറ്റിംഗ് ഫീൽസ് ലൈക്ക് എ ഡ്രീം. അതൊക്കെ ഇതൊരു ഈ കണ്ടുമുട്ടൽ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ആയിരിക്കാം. സ്വപ്നം കണ്ടുമുട്ടിയതൊക്കെ സ്വപ്നം. ഈ കൂടിക്കാഴ്ച നല്ലായിട്ടുണ്ട്. ഇല്ല, കിട്ടുന്നില്ല. ടൈം ഹാസ് ഗിഫ്റ്റഡ് us this blessing. കാലം നമ്മിൽ തന്നൊരേ വരം, സുദീപ്തമി സ്വയംവരം. ഇത് മലയാളം അല്ല. എന്നാ പിടി മോളെ, ഇത് ഷിട്ടുന് കിട്ടും. പിടി മോളെ, ഇത് ഷിട്ടുന് കിട്ടും. ഓക്കെ. Praise the creator who made the earth. Praise the creator who made love. The flower-filled breeze, the lush meadows and the skies, and you too were created by him. Praise the Lord. Praise the Lord അല്ലേ? Praise the creator. Praise the creator who made the earth. Who made the earth. ഒരു മിനിറ്റ് മിണ്ടല്ലേ. അധികം സമയമില്ല കേട്ടാ. ഷിജു മോനെ, ടെൻസ് മോനെ. Praise the creator who made love. The flower-filled breeze. പ്രണയം. The lush ഭൂമി. meadows ഭൂമി അല്ലായിരിക്കും. and the skies. എർത്തിന് വേറെ പേരായിരിക്കും. ഭൂമി വരാൻ സാധ്യതയില്ല. ഓക്കെ, സമയം കഴിഞ്ഞില്ലേ? ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച സ്തുതി. ഓക്കെ, അതിന്റെ അടുത്ത രണ്ട് പാട്ടുകൾ വേറെ ലെവൽ പാട്ടുകളായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പൊ ഞാനും എന്റെ അടുത്ത രണ്ട് പാട്ടുകൾ ഏതാന്ന് എനിക്ക് അറിയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, റെഡി. ദ വൺ ഹൂ ബിക്കെയിം ദ സ്കൈ. ഇതാണ്, അതായത് ഗേൾ ഇതാണ്. വർണ്ണിക്കുവാണോ? വൺ ഹൂ വർണ്ണിക്കുന്നല്ല, ബട്ട് ഇറ്റ്സ് ടു എ ഗേൾ. ഓക്കെ, ദ സോങ് സേയിങ് ടു എ ഗേൾ. പക്ഷെ ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ദർ ഇസ് നോവെയർ സേയിങ് ഹെർ, ഷീ, അങ്ങനെയൊന്നും ഇല്ല. ബട്ട് ഇറ്റ്സ് ടു എ ഗേൾ. ഓക്കെ, ദ വൺ ഹൂ ബിക്കെയിം ദ സ്കൈ, ദ വൺ ഹൂ ഫ്ലൂ ഫാർ അവേ, യു വെയർ മൈ വിങ്സ് വൺസ്. നീ ഒരു പുഴയായി അല്ല, പിന്നെ നീ എൻ സ്വപ്ന അല്ല. പുതിയ പാട്ടാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ചോദിച്ചില്ലല്ലോ. അടുത്ത ആഴ്ച ചോദിക്കാം. എന്താ ചോദിക്കാൻ? ഞാനിപ്പോ ചോദിച്ചു. പുതിയ പാട്ടാണോ? പുതിയ പാട്ടല്ല. ഇടത്തരം. നീ പഠിക്കേ. ദ വൺ ഹൂ ബിക്കെയിം ദ സ്കൈ. അവൾ ആകാശം, അമ്പരം. The one who flew far away. ദൂരേക്ക് പറന്നുപോയി. ദൂരെ പറന്നുപോയി. You were my wings. നീ എൻ്റെ ചിറകായിരുന്നു. Once. ഒരിക്കൽ നീ എൻ്റെ ചിറകായിരുന്നു. ഒരിക്കൽ നീ എൻ്റെ ചിറകായി ദൂരേക്ക് നീ. അതും വേഗം പാടി. ഒരിക്കൽ നീ എൻ്റെ ചിറകായിരുന്നു, ചിറകിട്ടടിച്ചു പറന്നു. ഒരിക്കൽ കിട്ടുന്നില്ലല്ലോ. എന്താ പാട്ടേ? ആകാശമായവളെ ചിട്ടു. ഇതല്ല ഈ ഇങ്ങനത്തെ പാട്ടോടാ. പക്ഷെ ഭയങ്കര കറക്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. You were my wings once. അറിയാതെ പോയി. മതി പാട്ട് പാടട്ടെ. പാട്ട് പാടല് ഇവിടെ പ്രോത്സാഹിപ്പിക്കത്തില്ല. മാഞ്ഞു പോയി, മറന്നു പോയി തീരാത്തരാമഴയിൽ. ഓക്കേ, എന്നാ പിടിച്ചോ. ഞാൻ For so many lifetimes I have searching for you. Walking in the moonlight. With so much love I claim you as my blessing. ഒന്നുകൂടെ പാടി.
അല്ല അതൊരു പറഞ്ഞേ. For so many lifetimes I've been searching for you. ഒരു മിനിറ്റ് ഒന്ന് നിക്ക് തേടി നിന്നെ തേടി Ding, ding, ding. With so much love, I claim you as my blessing. The distant shores and the silent stars stand witness. വെറുതെ പറഞ്ഞാ മതി. സത്യം. Okay. For so many lifetimes, I've been searching for you. With so much love, I claim you as my blessing. The distant shores and the silent stars stand witness. വെറുതെ പറയാൻ മതി. അപ്പൊ എന്തിരിക്കുക പറയണേ? ഞാൻ എങ്ങനെയാ പറഞ്ഞത്? For so much lifetimes, I have been searching for you. I have been searching for you. With so much love, With- I claim you as my blessing. ഇഷ്ട ലെൻസ് ഫാൻ കിട്ടിയോടാ? ഇഷ്ടമാണെന്ന്. ചൊല്ലിയ താര With so much? ലവ്. ഇല്ല. അവൻ പറയട്ടെ അവൻ കിട്ടി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ അത് കൊള്ളാം. തേടുന്നു. ഇനി ഷിട്ടുവിന് ബാലൻസ് രണ്ടെണ്ണം, എനിക്ക് ഒരെണ്ണം. ഓക്കെ. അടുത്ത ഷിട്ടുവിന് പാടായിരിക്കും കേട്ടോ കിട്ടാൻ. ആണല്ലേ? അടുത്ത എന്റെ ടഫ് സോങ്ങാ. Son, your attitude, that excessive pride is just ridiculous. സൂര്യനെ നോക്കിയാണോ ഇങ്ങനെ പറയുന്നത്? സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ആ സൂര്യൻ. Your attitude, that excessive pride is just ridiculous. That excessive pride is അത് ഒരു അഹങ്കാരം. റിഡിക്കുലസ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം, മണ്ടത്തരം, അങ്ങനെ കാണോ? എനിക്കറിയില്ലല്ലോ. ആവാം. ഇത് പുതിയ കാണപ്പെടുന്നതാണോ? ഞാനൊന്നും അത് പറയാം. ഞാൻ അതിന്റെ പ്രശ്നമല്ല. ഷിട്ടു ചോദിച്ചാൽ ഞാൻ പറയും. ബാക്കി That excessive pride is just ridiculous. അവിടെ പറഞ്ഞു. Take a step back and think. ഒരു സ്റ്റെപ്പ് പുറകോട്ടെടുത്ത് ആലോചിച്ച് നോക്ക്. നിന്റെ അഹങ്കാരം കുറച്ച് കൂടുതലാണ് എന്റെ സൂര്യ. Even those around you feel envy. നിന്നെ ചുറ്റിയിരിക്കുന്നവരൊക്കെ സൂര്യൻ. And even the great ones are saddened by You. it. ഏറ്റവും മഹത്തായവരൊക്കെ നിന്നെ കാരണം ഇപ്പോൾ ദുഃഖത്തിലാണ്. സൂര്യ നിന്റെ അഹങ്കാരം കുറച്ച് കുറക്കി. ഏത് പാട്ടടാ? സൂര്യാംശുവോരോ വയൽപ്പൂ സൂര്യനായി സൂര്യനായി തഴുകി സപ്പനെ ദേഖന അച്ചി ബാത്ത്. സൂര്യൻ सपनों के लेकर के बैठे रहना. സൂര്യ എന്നല്ലേ പറ്റേ? അതെനിക്കറിയില്ല. Your attitude, that excessive pride, നിന്റെ സ്വഭാവം അഹങ്കാരമാവുന്നുണ്ട്. that excessive pride is just ridiculous. കിട്ടുന്നില്ല. കിട്ടിയ ഓക്കെ. മോനെ ജാടാ പച്ചയായ ചാട പുച്ഛമാണ് പോടാ. സൺ മോനെ സൂര്യൻ എന്ന് പറയാൻ ആര് പറഞ്ഞു? അത് ചതിയായി പോയി. നിടഞ്ഞു നോക്കടാ ജാടാ. എന്നാ ഇത് പിടി മോളെ. ചുറ്റുമിന്ന സൂയ. ഇത് നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാം. നിങ്ങൾ ഇതൊക്കെ കേട്ട് ഈ പാട്ട്. വേണ്ട ചേച്ചി എടുത്തോ. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ബിസ്ക്കറ്റ് ചോദിച്ചു. എടുത്തോ ചേച്ചി. റെഡി? എന്നാ പിടിച്ചോ. വിത്ത് sticks, swords and drums sounding loud, the crowd began. Oh son, like a fierce storm clanging. ഞാനൊന്നും കേട്ടില്ല. എന്നാ പിടിച്ചോ. പയ്യെ. ഞാൻ എങ്ങനെയാ വായിച്ചേ? With sticks. Son, your attitude. ഞാൻ അങ്ങനെയാ വായിച്ചേ. With sticks. എന്ത്? അങ്ങനെ തുടക്കണേ. With sticks, swords and drums sounding loud, the crowd began. Oh son, like a fierce storm and a clanging chariot, who will offer refuge, O Lord Shiva. With sticks, swords and drums sounding loud. ഇതൊക്കെ കിട്ടൂല. ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ വിട്ടു. കിട്ടത്തില്ല.
പക്ഷെ ഇത് തല പോയിക്കണേ. പക്ഷെ ഇത് കിടിലം പാട്ടുമാണ്. ആണോ? നിങ്ങളും ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ നോക്ക്. വിത്ത് സ്റ്റിക്സ്, swords, and sounding loud. Crowd began. Yeah, മോനെ അല്ല, ഓ son. Like a fierce storm and a clanging chariot, who will offer refuge, O Lord Shiva. ഈ സ്വോർഡും റെഫ്യൂജും ഓ ലോഡ് ശിവ എന്നുള്ളത് പറയട്ടെ. പടികെട്ടാരം വെടി പടക്കമോടെ ജനം വെടി തുടങ്ങി മകനെ, കട്ടുകടൂരമടി ശകടമാണ് ശരി ശരണമാണ് ശിവനെ, ഗതി കെട്ടൊരു പൊട്ടൊരു വീറപ്പൊട്ടൊരു ഇഷ്ടം വന്നതുപോലെ ഈ നൊസുകാരനൊരു ചിട്ടു ഞങ്ങളുടെ പറയുമ്പോ ലാസ്റ്റ് ഞാനാ തുടങ്ങി. അപ്പൊ എനിക്കൊരു പോയിന്റ്, ഷിട്ടുവിന്റെ പോയിന്റ്. ഇനി ഒരെണ്ണം കൂടെ ഞാൻ ലാസ്റ്റ് ചോദ്യം ഷിട്ടു എന്നോട് ചോദിക്കും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ഞാൻ ജയിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ 1-1 ലെറ്റ്സ് ദ ഗെയിം സ്റ്റാർട്ട്. അപ്പൊ ഇത് പറഞ്ഞു ഷിട്ടു ജയിക്കും. യെസ്. അപ്പൊ അതിനനുസരിച്ച് നല്ല the last and final act. Okay, final act. ജയിക്കണേ. Oh lovely dragonfly, oh flower decked dragonfly. ഞാൻ പറഞ്ഞോ, ഡാൻസ് ഡാൻസ് യു മസ്റ്റ് ഡാൻസ്. അവിടെ കിട്ടും. ഡാൻസ് ഡാൻസ് യു മസ്റ്റ് ഡാൻസ്. ഡാൻസ് നൃത്തം, ചുവട്. ഡാൻസ് ഡാൻസ് യു മസ്റ്റ് ഡാൻസ്. നീ ഡാൻസി. ഡാൻസ് ഡാൻസ് നീ ഡാൻസി. അപ്പൊ അത് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞ തുമ്പിയാണ്. ആട് ആട് നീ എന്നെ ജയിക്കാൻ വേണ്ടി നല്ല നോക്കുന്ന പോലെ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞാൻ എന്റെ വിന്നിംഗ് ബീച്ചിലേക്ക് തിരിച്ചു തിരിക്കുന്നു ഗൈസ്. എന്താണ് ഉണ്ടല്ലോ. ഓക്കെ, ഇനി ഇതുപോലെ എന്തെങ്കിലും ചലഞ്ച്, എന്തെങ്കിലും നൈസ് ചലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ യൂട്യൂബിന്റെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ചലഞ്ച് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോ ലിപ്സ്റ്റിക് ചോര. അപ്പൊ ഗൈസ്, ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പൊ നമ്മള് പിന്നെ അടുത്ത ചലഞ്ചുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ like a chaya. ചായ കുടിക്കാൻ പോകുന്നു. Calling me